അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വറഹ്മത്തുൽ ലിൽ ആലമീൻ. ഒരു ദിവസം ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്ന് അതിലെ പഴക്കുലകൾക്ക് കല്ലെറിഞ്ഞ ഒരു കുട്ടിയെ തോട്ടം ഉടമ പിടികൂടി. അയാൾ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ കൊണ്ടുവന്നു ഹാജരാക്കി. കുറ്റവാളിയെ പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി. അവനോട് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് കല്ലെറിഞ്ഞത്? മോൻ പറഞ്ഞു, പഴം കിട്ടാൻ വേണ്ടി എറിഞ്ഞതായിരുന്നു. കുട്ടിയുടെ മറുപടി അപ്രകാരമായിരുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചും കൊണ്ട് അവനോട് പറഞ്ഞു, മോനെ, എങ്കിൽ നീ ഇന്നു മുതൽ ഒരു മരത്തെയും എറിയരുത്. കല്ലുകൊണ്ടാൽ മരത്തിനും പരിക്ക് പറ്റില്ലേ? പഴുത്ത് പാകമായാൽ എറിഞ്ഞില്ലെങ്കിലും പഴം വീഴും, പഴയ്ക്ക് വീഴൂലേ? അപ്പോൾ അത് എടുക്കാമല്ലോ, എന്തിനാ കല്ലെറിഞ്ഞത്? തിരുനബിയുടെ സ്നേഹത്തോടെയുള്ള ഉപദേശം അവൻ സ്വീകരിച്ചു. മോൻ പറഞ്ഞു, ഇനി മേലാൽ മരത്തിൽ കല്ലെറിയില്ലെന്ന തീരുമാനവുമായി അവൻ സ്ഥലം വിടുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏതാനും കുട്ടികൾ കൊല്ലപ്പെട്ടു. പോരാട്ടം കഴിഞ്ഞ് തിരിച്ചെത്തിയ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരങ്ങളെല്ലാം വിശദീകരിച്ചു. ഓരോന്ന് പറഞ്ഞു. ഏതാനും കുട്ടികൾ കൊല്ലപ്പെട്ട വിവരവും അവർ അറിയിച്ചു. കുട്ടികളുടെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഒന്ന് വാടി, വല്ലാത്ത വിഷമത്തിലായി, വലിയ മനോവിഷമത്തിലായി. അപ്പോൾ അനുചരന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൊല്ലപ്പെട്ടതൊന്നും നമ്മുടെ കുട്ടികളല്ല, ശത്രുക്കളുടെ കുട്ടികളാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖച്ഛായ വീണ്ടും ഗൗരവവും വിഷാദവും വിഷമവും നിറഞ്ഞതായി. സഹാബികളോട് നബി പറഞ്ഞു, കുട്ടികൾ ഒരപരാധവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും അവർ വധിക്കപ്പെട്ടതിന് ഒരു യുദ്ധത്തിനും കുട്ടികൾ കുറ്റക്കാരല്ല. മുതിർന്നവരുടെ തെറ്റിന് കുട്ടികൾ ശിക്ഷിക്കപ്പെടരുത്. ഇനിമേൽ ആരുടെയും കുട്ടികളെ കൊല്ലരുത്. അബൂ തൽഹയുടെ ഉമേർ എന്ന കൊച്ചു മകന് ഒരു കിളി ഉണ്ടായിരുന്നു. അതിനെ പോറ്റി വളർത്തലായിരുന്നു അവന്റെ വിനോദം. ഉമേറിന്റെ വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുണ്ടായിരുന്നു. ഉമേറിന്റെ കിളിവിനോദം അറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസ്ഥകൾ അന്വേഷിക്കുകയും ഉമേർ പറയുന്ന വർത്തമാനങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും പുഞ്ചിരി തൂകുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ദുഃഖിതനായ ഉമേറിനെയാണ് കണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിച്ചു. കിളി ചത്ത വിവരം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അറിയിച്ചു. റസൂലിന് ദുഃഖമായി. ഉമേറിനെ നന്നായി ആശ്വസിപ്പിച്ചു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കാരുണ്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ കാരുണ്യം നിറഞ്ഞ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് എന്ന നാമം എഴുതി വെച്ച ചില സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേൾക്കുന്നവർ സ്വലാത്ത് ചൊല്ലണേ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ച നാമം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആകാശത്തിന്റെ കവാടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. സ്വർഗത്തിന്റെ കവാടങ്ങളിലെല്ലാം എഴുതി വെച്ച നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗവാസികളുടെ
വസ്ത്രത്തിന്റെ മുൻഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ നാവിൽ പ്രകാശം കൊണ്ട് രേഖപ്പെടുത്തിയ നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീൽ അലൈഹിസ്സലാം നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തിയ നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുറാഖ് എന്ന മൃഗത്തിന്റെ നെറ്റിത്തടത്തിൽ എഴുതിയ നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സർവ്വ റൂഹും ചൊല്ലുന്ന നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് എല്ലായിടത്തും ഒരേ രീതിയിൽ മണിക്കൂർ കൊണ്ട് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും നാമങ്ങൾ അല്ല, അനേകമുണ്ട്. എങ്കിലും അറിയുന്നത് പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെല്ലാവരും ഈ നാമം ഓർക്കുകയും ഇത് നിങ്ങളുടെ വീട്ടുകാർ, കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധക്കാർ അവരിലേക്ക് ഈ വോയിസ് എത്തിക്കുകയും ചെയ്യണം. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശാരീരിക മാനസിക എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കെല്ലാം അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.